നമ്മുടെ ഫ്രണ്ട് നമുക്ക് നല്ല നാടൻ മാങ്ങ കൊലയോടുകൂടി, അതായത് ഞെട്ടോടുകൂടി കൊണ്ട് തന്നിട്ടുണ്ട്. ഈ ഞെട്ടോടുകൂടി പറിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ വീഴത്തില്ല, താഴെ വീഴാതെ പറിച്ചാണ്. നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ നമുക്ക് ഉപ്പിലിട്ട് വയ്ക്കാം. കണ്ണിമാങ്ങ ഉപ്പിലിടാം. അതിനുശേഷം 2 ഘട്ടമായിട്ടാണ് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കുന്നത്. ആദ്യമേ നമ്മൾ ഉപ്പിലിടും, അതിനുശേഷം ഒരു 2 ആഴ്ച കഴിയുമ്പോൾ നമ്മൾ എടുത്തിട്ട് മുളകൊക്കെ ചേർത്തിട്ട് അച്ചാറാക്കും. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഭരണി ഇല്ലാത്തത് കാരണം, പെട്ടെന്ന് കിട്ടിയത് കാരണം നമുക്ക് ഭരണിയൊന്നും ഒപ്പിക്കാനായിട്ട് പറ്റിയില്ല. അതുകൊണ്ട് നമുക്ക് ഈ കുപ്പിയാണ് കിട്ടിയത്. നമുക്ക് ഈ കുപ്പിയിലേക്ക് ആദ്യം കുറച്ച് കല്ലുപ്പിടാം. കല്ലുപ്പാണ് ഇതിൻ്റെ മെയിൻ സാധനം. ആദ്യം കുറച്ച് കല്ലുപ്പ് വെതറിയിടണം. അടിയിൽ നിറയെ കല്ലുപ്പ് ഇങ്ങനെ വെതറിയിടണം. എന്നിട്ട് ഇതിൻ്റെ ഈ ഞെട്ടുണ്ടല്ലോ, ഈ ഞെട്ട് ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചിട്ട് ഇതിനകത്തേക്ക് ഇടണം. കാരണം അതിൻ്റെ ഓരോ ഞെട്ടുകളിലുള്ള ഈ കറയുണ്ടല്ലോ, അതാണ് ഇതിൻ്റെ മെയിൻ രാസമാറ്റത്തിന് ചുക്കാൻ പിടിക്കുന്ന സാധനം. സോ നമ്മളിങ്ങനെ കറ പൊട്ടിച്ച് ഇതിനകത്തേക്ക് ഒഴിക്കണം. പൊട്ടിച്ച് കറയിട്ടിട്ട് ഇതിനകത്തേക്ക് തന്നെ വീഴണം. നമ്മൾ ഇത് പൊട്ടിച്ച് അന്നേരം തന്നെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ കറ ഇങ്ങനെ ചീറ്റും കണ്ട. എന്നിട്ട് പകുതിയായി കഴിയുമ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ഇങ്ങനെ ഇതിനകത്തേക്ക് വിതറണം. നല്ലപോലെ വിതറണം. അതിന് ശേഷം വീണ്ടും മാങ്ങ ഇതിനകത്തേക്ക് ഇടണം. അപ്പം നിറയും നമ്മുടെ കുപ്പി. കാരണം നമ്മുടെ കയ്യിൽ ഭരണി അല്ലല്ലോ, ചെറിയ കുപ്പിയല്ലേ. ഇത് ഓൾറെഡി എൻ്റെ ഞെട്ട് പോയതാണ്. എന്നാലും നമുക്കൊന്ന് പൊട്ടിച്ചോ. പൊട്ടിച്ചങ്ങനെ തന്നെ ഇറക്കാം. സ്ഥലപരിമിതി മൂലം നമ്മൾ ഒരാളെയും കൂടെ ഇറക്കാൻ പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഇനി ബാക്കി വന്ന ഉപ്പുകളും കൂടെ ഇട്ട് നമുക്ക് നല്ല അടച്ച് വയ്ക്കാം. അടയത്തിൽ ഒരെണ്ണം നമുക്കതിൽ നിന്ന് മാറ്റേണ്ടി വരും. ഒന്ന് നോട്ടെ. ഇല്ല, മാറ്റേണ്ടി വന്നില്ല. 4 മാങ്ങ നമുക്ക് അധികം വന്നു. നമ്മളിപ്പോൾ ഇതിനെ മാങ്ങയെല്ലാം ഈ കുപ്പിക്കകത്താക്കി. ഇത് നമ്മൾ അന്ന് ഉപ്പിലിട്ട് വെച്ച മാങ്ങയാണ്. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള ഇതിൻ്റെ ഒരു കോലം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുമായിരുന്നു. കാരണം ഇത് കൺജസ്റ്റഡ് ആയിട്ടിരിക്കുമായിരുന്നു. ഒരു തരി പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല ഇതിനകത്ത് ഇടാനായിട്ട്, അടുത്ത മാങ്ങ ഇടാനായിട്ട്. ഇതൊന്ന് തുറന്നു നോക്കാം. ഇപ്പം ഇതിൻ്റെ ഇത് ഇങ്ങനെയായിരിക്കണം കേട്ടോ. ഇതിനകത്ത് ഇനിയും മാങ്ങകൾ ഇടാൻ പറ്റുന്ന രീതിയിലാണ് ഇപ്പോൾ ഇതിരിക്കുന്നത്. നമുക്ക് തുറന്ന് നോക്കാം ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരുന്നു. ഇനി നമുക്ക് ഇത് തുറന്ന് കഴിച്ചു നോക്കാം. ശരിക്കും എൻ്റെ ഫേവറേറ്റ് ആണിത് ആക്ച്വലി. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരുന്നുണ്ട്.
ഒരു സൂപ്പർ മാങ്ങ കണ്ടോ, മാങ്ങ ചുക്കി ചുളുങ്ങി ഇത്രയായി. ഭയങ്കര കുഞ്ഞതായിപ്പോയി ഇതിനകത്ത്. ഇതെല്ലാം കൂടെ വന്നിട്ട് മാങ്ങ അങ്ങനെയായി. ഇതിനകത്തോട്ടിട്ട് ഞാൻ ഈ കുറച്ച് പുളിയും എരിവും ഇഷ്ടമുള്ള ആളാണ്. പുളിയും എരിവുമാണ് എനിക്ക് കൂടുതലിഷ്ടം. സോ ഇതിൻ്റെ അത് ചമ്മന്തി ചാലിച്ച് കഴിക്കാനും ഉപ്പിലിട്ട് കഴിക്കാനും അച്ചാറാക്കാനും കണ്ണിമാങ്ങ അച്ചാറാക്കാനും ഒക്കെ നല്ലതാണ്. പക്ഷേ ഇതിവിടെ ഞാൻ മാത്രമേ ഇത് കഴിക്കാനുള്ളത് കാരണം ഇത് ഞാൻ ഇങ്ങനെ തന്നെ കഴിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. എനിക്ക് കൊതി തീർന്നിട്ടില്ല, ഇനിയും കഴിക്കാനായിട്ട് തോന്നുക. അതുകൊണ്ട് ഇത് ഞാൻ അച്ചാറൊന്നും ഇടാൻ മുള്ള കൈസ് ഇതിൽ നിന്ന് തന്നെ തീരുമിക്കാറും.